ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്. 100% സത്യമാണ്. പക്ഷേ ഒരു ബന്ധങ്ങളും മുറിച്ചു മാറ്റരുത്. ഈ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഈ ബന്ധനത്തിനേക്കാളും വലിയ ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ടി വരും. ബന്ധങ്ങൾ എന്നും സുരക്ഷിതമായി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പാകപ്പിഴകളുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, തരണം ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ബന്ധത്തെ മുറിച്ചു കളഞ്ഞാൽ അത് ഒരുപാട് ദോഷങ്ങളല്ലാതെ ഗുണം ചെയ്യുകയില്ല. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് തന്നെ അമ്മ, അച്ഛൻ, കുടുംബം, സുഹൃത്ത് ബന്ധം എല്ലാം ബന്ധങ്ങളാണ്. നല്ല നല്ല ബന്ധങ്ങളെ സ്വീകരിച്ച് ചീത്ത ബന്ധങ്ങളെ മുറിച്ചു മാറ്റി എന്നത് നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചാലും ഈ മുറിച്ചു മാറ്റുന്ന ബന്ധങ്ങൾ വളരെ അപകടങ്ങൾ ചെയ്യും. അവർക്ക് സ്വയം ആയാലും മറ്റുള്ള രീതിയിലായാലും. ഇത് താരതമ്യം പെടുത്താം എന്നല്ലാതെ അത് അനുഭവത്തിലൂടെ മാത്രമേ എടുക്കാനും കഴിയൂ. ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയേ പറ്റൂ. ചില ബന്ധങ്ങൾ ചേർത്ത് പിടിച്ചേ പറ്റൂ. എത്ര അപകടങ്ങളായാലും അത് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അത് അതിനേക്കാൾ അപകടങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളും ഉണ്ട്. എത്ര ദുരിതങ്ങൾ തന്നാലും, എത്ര ദുഃഖങ്ങൾ തന്നാലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ആ ബന്ധങ്ങൾ വളരെ കൂടുതലാണ്. മരണത്തിലൂടെ മാത്രം മുറിച്ചു മാറ്റാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്, ഒരു ഘട്ടം മാത്രമാണ്. ആ ഒരു ഘട്ടം മാറിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏത് കാര്യവും നമ്മുടെ മനസ്സിന് ബലപ്പെടുത്തി, മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. നന്മയും തിന്മയും ഉണ്ടാക്കുന്നത് മനസ്സ് തന്നെയാണ്. നന്മയെ വളർത്തിയാൽ മാത്രമേ നന്മ വളരുകയുള്ളൂ. ഒരിക്കലും നന്മയെ വളർത്തിയില്ലെങ്കിൽ അത് വളരില്ല. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു ചെടിയെ നമ്മൾ തനിയെ അങ്ങ് വളരും എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അതിനാവശ്യമുള്ള എല്ലാം വേണം. എല്ലാം കിട്ടിയാൽ മാത്രമേ അത് വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് മുരടിച്ച് തന്നെ പോകും. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. അവന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ മനസ്സും ശരീരവും മുരടിച്ചു പോകും. ഈ മുരടിക്കുന്ന ഭാഗത്ത് നിന്നും പിന്നെ നമുക്കതിനെ നല്ല രീതിയിൽ കിളിർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയാൽ പിന്നെ അത് ചേർക്കാൻ കഴിയുകയില്ല. ഏതൊരു കാര്യത്തിനും നമ്മൾ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഒറ്റപ്പെടുമ്പോഴത്തേക്കും നമ്മൾ ആകെ തളർന്നു പോകും. പണ്ടുള്ള ആൾക്കാർ പറയും, ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്, അപ്പോഴും അവിടെ ഒറ്റപ്പെടുന്നില്ല എന്നുള്ള വിശ്വാസം നമ്മളിൽ തന്നെ വളർത്തിയെടുക്കണം. ഇത് വിശ്വാസം മാത്രമല്ല, അനുഭവമാണ്. ഈ അനുഭവം മാത്രമല്ല, സത്യമാണ്. ഈ സത്യത്തെ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇത് ജീവിതകാലം മുഴുവനും നിലനിൽക്കുകയും ചെയ്യും, ജീവിതം കഴിഞ്ഞാലും നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണിത്. ഏറ്റവും ശ്രദ്ധയോടെ തന്നെ ഇത് കൈകാര്യം ചെയ്യണം. ബന്ധങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മുറിച്ചു മാറ്റേണ്ട ബന്ധങ്ങൾ മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റപ്പെടാൻ പാടില്ലാത്ത ബന്ധങ്ങളെ കഴിയുന്നത് മുറിച്ചു മാറ്റാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള കടമകളുണ്ട്. ഈ കടമകളെ നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ മാറ്റവും ഭാഗ്യവും ഫലവും കിട്ടുകയുള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മം തന്നെയാണ്. അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. ഈശ്വരശക്തികളുടെ സഹായം കിട്ടുക എന്നതും ഈശ്വരനെ പ്രാപിക്കുക എന്നതും ഈ മനുഷ്യതലത്തിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഓരോ വ്യക്തികൾക്കും കിട്ടും. അവരുടെ ഉള്ളിൽ കിടക്കുന്നതും അത് തന്നെയാണ്. അതിനെ വളർത്താൻ എല്ലാ ആൾക്കാർക്കും കഴിയും. ഭഗവാന് കൊടുക്കാൻ കഴിയും, നമ്മൾക്ക് എടുക്കാൻ കഴിയും. ഏത് കാര്യവും സന്തോഷത്തോടെ തൃപ്തിയോടെ മുന്നോട്ട് പോകിയാൽ എല്ലാ ഭാഗ്യവും കിട്ടും. കലിയുഗത്തിലെ ഏറ്റവും വലിയ ദുഃഖമായ ഒരേ ഒരു ദുഃഖമാണ് രോഗം. ആ
രോഗം ഭഗവാന് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും. അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കും ഒരു ദോഷവും സംഭവിക്കില്ല. എല്ലാ ഭാഗ്യവും ഭഗവാന് കൊടുക്കാൻ കഴിയും, നമ്മൾക്ക് എടുക്കാനും കഴിയും. എല്ലാം നേടിയെടുക്കണം. എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിട്ടും സന്തോഷമായിട്ടും ഭാഗ്യമായിട്ടും കരുതണം. അതിനനുസരിച്ചുള്ള നേട്ടം ഉറപ്പാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തും.